തുടങ്ങി പല കുട്ടികളും സ്കൂളിലേക്ക് പോകുന്ന ഒരു ടൈം പീരീഡ് ആണിത്. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പോയിട്ട് അതിൻ്റെ ഗേറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓരോ കുട്ടികളുടെയും സ്പൈൻ്റെ പോസ്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർ മുന്നോട്ട് ആഞ്ഞിട്ടായിരിക്കും, ചിലവർ അങ്ങനെ ആയിരിക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഈ ഒരു പീരീഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ വെയിറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇന്ത്യയിൽ നടന്ന സ്റ്റഡി പ്രകാരം പല കുട്ടികളുടെയും സ്കൂൾ ബാഗിൻ്റെ വെയിറ്റ് അവരുടെ ബോഡി വെയിറ്റിനേക്കാൾ വളരെയധികം കൂടുതലാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് പ്രൊപ്പോർഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയിറ്റിന് 10% മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 20 കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ കുട്ടീൻ്റെ സ്കൂൾ ബാഗിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോനോ അതിന് താഴെ മാത്രമേ പാടുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പല കുട്ടികളും ഈ സ്കൂൾ ഗോയിങ് ടൈമിലായിരിക്കും കോമൺ ആയിട്ട് ബാക്ക് പെയിനോ നെക്ക് പെയിനോ ഷോൾഡർ പെയിനോ ഒക്കെ പറയുന്നത്. ഇത്തരം അലാവിങ് സൈൻസ് കുട്ടി കാണിക്കുകയാണെങ്കിൽ എന്തായാലും അവരുടെ പാരൻസ് അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കണം. സ്കൂൾ കുട്ടികൾ എപ്പോഴും പ്രോപ്പർലി ബാഗ് ഇടാൻ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതേപോലെ അത് ക്യാരി ചെയ്യുന്നതിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസേൺ അവർ കാണിക്കണം. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് എപ്പോഴും ഷോൾഡർ സ്ട്രാപ്സ് വീതിയുള്ളതും പ്രോപ്പർലി പാഡഡും ആയിരിക്കണം. അതേപോലെ സ്കൂൾ ബാഗിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ മിനിമൽ സാധനങ്ങൾ മാത്രം മതി. ഓവർ വെയിറ്റുള്ള സാധനങ്ങളൊന്നും കൊടുക്കരുത്. ഹെവിലി വെയിറ്റഡ് ആയിട്ടുള്ള ബുക്സും ഒക്കെ കൂടുതലും സ്പൈൻ്റെ ഏരിയയിലേക്ക് വെച്ചിട്ട് ബാക്കി ലൈറ്റർ ആയിട്ടുള്ള സാധനങ്ങളായിട്ട് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് സ്കൂൾ ബാഗ് കൊണ്ടുപോകണം. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്പൈൻ ഹെൽത്ത് കുറെ കൂടെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും.